ഫൈസൽ സാർ, ഇന്ത്യൻ MBAയും ഇന്റർനാഷണൽ MBAയും ഒരു ഫാമിലി ബിസിനസ്സിനെയും ഒരു ബ്രാൻഡിങ്ങെയും എങ്ങനെയാണത് സ്വാധീനിക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഇന്ത്യൻ MBAയും അതേപോലെ തന്നെ ഒരു UK MBAനെ കുറിച്ച് വലിയ കാര്യങ്ങൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഫാമിലി ബിസിനസ് ബേസിക്കലി വലിയ വിഷയമാണ്. പലപ്പോഴും പല ഫാമിലി ബിസിനസ്സുകളും കുറച്ച് കാലം കഴിഞ്ഞ് അസ്തമിച്ചു പോകുന്നതിന്റെ ഒരു റീസൺ ഈ ബിസിനസ് പക്ക പർച്ചേസും അതേപോലെ തന്നെ സെയിൽസിന്റെ ആംഗിളിലായിരിക്കും മിക്കവാറും കമ്പനികൾ ഓടുന്നത്. അവർക്ക് അതിന്റെ അപ്പുറം ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് അല്ലെങ്കിൽ ഏറി വന്നു കഴിഞ്ഞാൽ ഒരു പാർട്ട്ണർഷിപ്പിലായിരിക്കും. അതിൽ പല പാർട്ട്നേഴ്സും മുഖം തരുന്നുണ്ടാവില്ല. അപ്പം അതിൻ്റെ ഒരു എക്സിസ്റ്റൻസ്, അതിൻ്റെ ഒരു തുടർച്ച വലിയ ചോദിച്ചിട്ടാണ് നമ്മുടെ നാട്ടിൽ. അപ്പൊ അതുകൊണ്ട് തന്നെ അത് നിന്നു പോകും. അതുപോലെ തന്നെ ഈ ബിസിനസ്സുകാരൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, ഫാമിലി ബിസിനസ്മാൻ ആണെങ്കിലും അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതേ ആ ബിസിനസ്സിൽ പർച്ചേസും സെയിൽസിലും എത്രത്തോളം മുഴുകിയിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ അദ്ദേഹം മാറി കഴിഞ്ഞാൽ ബിസിനസ് നശിച്ചു പോകും. അങ്ങനത്തെ ഒരു പേടിയിലെ ബിസിനസ്സുകാരനായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫാമിലിയിലെ ഇവന്റുകൾ പങ്കെടുക്കില്ല, വൈഫിനും കുട്ടികൾക്കും സമയം കൊടുക്കില്ല. അതുകൊണ്ട് തന്നെ വൈഫൊക്കെ എപ്പോഴും അഡ്വൈസ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, ഫാദറിന്റെ പോലെ ആവേണ്ട, ഫാദറിന്റെ ബിസിനസ്സിലേക്ക് മക്കളെ വൈഫിന് എന്താക്കും ഡിസ്കറേജ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിലെ പല ഫാമിലി ബിസിനസ്സുകൾ നമ്മൾ എടുക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് അതിന്റെ ഒരു സക്സഷൻ പ്ലാനിങ് ഒരു രണ്ടാമത്തെ തലമുറയിലേക്ക് അത് ഒരിക്കലും എന്താവുന്നില്ല, എത്തുന്നില്ല. അതിന് മാറ്റം കുറച്ചൊക്കെ എനിക്ക് തോന്നുന്നിടത്തോളം കൊച്ചൗസ് ചിത്രപ്പള്ളിന്റെ മിഥുനും അരുണൊക്കെയാണ്. നമുക്ക് അതിന് ശ്രദ്ധിക്കാൻ ഒരു കാര്യം, കൊച്ചൗസ് ചിത്രപ്പള്ളിയൊക്കെ ചെയ്ത ഏറ്റവും വലിയൊരു കാര്യം നല്ലൊരു കോർ ടീമിനെ ക്രിയേറ്റ് ചെയ്തു. അദ്ദേഹത്തിന്റെ രണ്ട് മക്കളെയും മിഥുനെയും അരുണിനെയും ഒക്കെ അദ്ദേഹം എന്താക്കി ഓസ്ട്രേലിയയിൽ ഇവിടെ നിന്നൊക്കെ എടുത്ത് അവരുടെ മാനേജ്മെന്റ് പ്രോഗ്രാം ചെയ്തതിന് പകരമായിട്ട് ഒരാളെ വീഗാർഡിലേക്കും ഒരാളെ എന്താ പറയാ വണ്ടറിലേക്കുമാണ് അദ്ദേഹം അപ്പോയിന്റ് ചെയ്തത്. അതിന് കുറെ പഠിക്കാനുണ്ട്. അദ്ദേഹം ചെയ്ത വലിയൊരു കാര്യം സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു ബിസിനസ്സിന് ഉണ്ടാക്കി. HR മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷന്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിംഗ് മോഡൽ, അതിനൊരു എക്കണോമിക് വിഷനോട് കൂടി സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് എക്സിറ്റ് അടിച്ചു. അത് മാത്രമല്ല കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഗ്രോ ചെയ്യുന്ന ഒരു ഇൻഡസ്ട്രി ആയിരുന്നു ടൂറിസം. അതിലൊരു പ്രൊഡക്റ്റ് വീഗാലാൻഡിലെ അതിനെ വണ്ടറിലാക്കി അദ്ദേഹം മാറ്റി. അതിലും അദ്ദേഹം സ്റ്റോക്ക് മാർക്കറ്റിൽ പോയിട്ട് എക്സിറ്റ് അടിച്ചു. അതിലെ കോർ ടീമിനും അതിലെ പല എംപ്ലോയീസിനെയും, കോർ ടീമിനൊക്കെ മിക്കവാറും മൾട്ടി മില്യനേഴ്സ് ആയിട്ടുണ്ടാവും, പല എംപ്ലോയീസിന്റെ പ്രത്യേകത അവർക്കൊക്കെ സ്റ്റോക്ക് ഓപ്ഷൻ കിട്ടി. വലിയൊരു വെൽ ക്രിയേഷൻ അദ്ദേഹം ചെയ്തത്. അപ്പോൾ ഇത് പലപ്പോഴും അദ്ദേഹത്തിന് പറ്റുന്നത് ഒരു പക്ക HR ഫിനാൻസ് ഓപ്പറേഷൻ, മാർക്കറ്റിംഗ്, ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്, ഒരു വളരെ ലോങ് ടൈമിൽ ആ ബിസിനസിനെ കണ്ടുകൊണ്ടാണ്. അതായത് എന്റെ രണ്ട് മക്കളിന്റെ പോസ്റ്റിൽ വന്നിട്ട് ഇത് എടുക്കണമെന്ന് വരെ അദ്ദേഹം വിഷൻ ചെയ്തുകൊണ്ടാണ് അദ്ദേഹത്തിന് എന്തായത് അത് കിട്ടിയത്. അപ്പോൾ അതിൽ നമുക്ക് കുറെ ഇതുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടിലെ പല നാടൻ MBAയുടെ പ്രത്യേകത അതൊരു HR-ലോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ ഒരു സെയിൽസിലോ അല്ലെങ്കിൽ മാക്സിമം വന്നൊരു ഫിനാൻസിലോ മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ട് ബാക്കിയുള്ള ഏരിയാസ് ഒക്കെ അവർക്കൊരു ഗ്രേ ഏരിയ ആയിരിക്കും പലപ്പോഴും. അതേപോലെ തന്നെ ഒരു ബിസിനസ്സിന് ഒരിക്കലും ലോങ് ടേം വിഷനൊന്നും കാണുന്ന ബിസിനസ്സുകൾ വളരെ കുറവായിരിക്കും. അപ്പം ആ ഒരു അർത്ഥത്തിൽ ഞാൻ മനസ്സിലാക്കുന്ന UK MBA ആയിരിക്കും കുറെ കൂടി അതിനോട് എന്താവുന്നത് നീതി പുലർത്തുന്നത്. കാരണം അതൊരു MBA ആണ്, എന്താ പറയുക, മാസ്റ്റർ ഓഫ് ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ ആണ്. ആസ് എ വോൾ ആയിട്ട് അതൊരു MBA ആണ് മനസ്സിലാക്കിയെടുത്തോളം. പ്രത്യേകിച്ചും അതിൽ HR മാർക്കറ്റിംഗ് ഫിനാൻസ് ഓപ്പറേഷൻ ഈ സ്ട്രാറ്റജിന്റെ ഒരു പ്രോപ്പർ സിസ്റ്റം ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതിന്റെ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോ ബേസിക്കലി നമ്മളെ കോളേജിൽ വരുന്ന കുട്ടികൾക്ക്, നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്ന കുട്ടികൾക്ക് നമ്മൾ ലെവൽ 7 കോഴ്സിലൂടെ അതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേസമയത്ത് എക്സിക്യൂട്ടീവ് MBA എത്രത്തോളം ബിസിനസ്സുകാരാണ് ഇപ്പൊ നമ്മൾ എന്തായത് മോൾഡ് ചെയ്തത് ഈ സിസ്റ്റത്തിനനുസരിച്ച്. അവർക്കൊക്കെ ഒരു ഗ്ലോബൽ വിഷൻ കൊടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ കുറെ ബിസിനസ്സുകാരെ മോൾഡ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ എനിക്ക് തോന്നുന്നിടത്തോളം അതായിരിക്കും ഫാമിലി ബിസിനസ്സിനെ കുറെ കൂടി ഉപകരിക്കുക എന്ന് എനിക്ക് തോന്നുന്നത്.